أما بعد بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله كان ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم توسلت بالحي القيوم الذي لا يموت أبدا دفعت ونسوا بألف ألف لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون صدق الله العلي العظيم കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സൗരഭ്യ സുഗന്ധികളായ സഹാബത്തുൽ കിറാമയോട് കൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലായി അവൻ്റെ റിളയിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള മഹാഭാഗ്യം റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചാനലുകളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മിൽപ്പെട്ട പല ആളുകളോടും വഖഫ് എന്താണെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയുള്ള ചരിത്രങ്ങളോ എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈത്തപ്പന തോട്ടങ്ങളുടെയും മുന്തിരി വള്ളികളുടെയും ഹരിത ചാമരങ്ങൾക്കിടയിൽ പരിശുദ്ധമായ മദീനയുടെ മരുപ്പറമ്പിൽ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് നിർഗളിക്കുന്ന വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരത്തിന്റെ വാതായനങ്ങളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മധു നുകരാൻ വേണ്ടി അവിടെ സമക്ഷം എപ്പോഴും ഉണ്ടായിരുന്ന സഹാബത്തുൽ കിറാമ റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ത് പറയുന്നുവോ അതനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടി പ്രയത്നിച്ചിരുന്ന ആ സഹാബത്തിന്റെ മുമ്പാകെ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ ആലു ഇമ്രാനിന്റെ 120-ാമത്തെ ആയത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 120 തോന്നുന്നു, ആലു ഇമ്രാൻ സൂറത്തിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം എന്ന് പറയുന്ന ഒരായത്ത്. ലൻ തനാലുൽ ബിർറ, നന്മ പൂർത്തിയാകുകയില്ല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മുതൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്നത് വരെ
നിങ്ങളുടെ നന്മകൾ പൂർത്തിയാകുകയില്ല എന്നുള്ള ആ ആയത്തങ്ങ് ഇറങ്ങിയപ്പോൾ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ സമയത്ത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന സഹാബത്ത് അവരോരോരുത്തരായി പ്രവാചകരുടെ മുമ്പിലേക്ക് വരികയാണ്. ആദ്യമായി വന്നത് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഇന്ന ഹബ്ബ മാലി ഇലയ്യ ബൈറുഹ, നബിയേ എനിക്ക് ബൈറുഹ എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. ഫഇന്നഹാ സദഖത്തുൻ ലില്ലാഹി അർജു, നബി തങ്ങളോട് പറയുകയാണ്, നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തോട്ടമാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്ന തോട്ടമാണ്. ഇന്നും ബാബ് പരിശുദ്ധമായ മദീനത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മള് ബാബു അബ്ദുൽ മജീദ് അതിൻ്റെ കടന്നു കഴിയുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നും കാണാവുന്നതാണ് ആ ഭാഗം. പ്രത്യേകമായിട്ട് ഇന്ന് നമുക്കറിയാം, ഇന്ന് മദീനത്തെ പള്ളിയുടെ അകത്താണ് അതുള്ളത്, മുമ്പ് പുറത്തായിരുന്നു. ആ പരിശുദ്ധമായ തോട്ടം ഇരുന്ന സ്ഥലം മഹാനായ അബൂ അയ്യൂബുൽ അൻസാരിയുടേതായിരുന്നു. മഹാനവറുകൾ നബി തങ്ങളോട് പറയുകയാണ്, ഫഇന്നഹാ സദഖത്തുൻ ലില്ലാഹി അർജു ബർറഹാ വദുഹറഹാ ഇൻദല്ലാഹ്, നബിയെ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ആ തോട്ടം അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് ഞാൻ അത് അങ്ങേക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനായ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനിന് ഉപകരിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചെലവഴിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ മദീനത്ത് നിൽക്കുന്ന സമയത്ത് ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. പേടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് കണ്ടത് വലിയ ഒരു ഒട്ടക കൂട്ടം വരുന്നതാണ്. 700 ഒട്ടകവും അതിലെ മുഴുവൻ ചരക്കുകളുമായിട്ട് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന വലിയ പണക്കാരനായ മനുഷ്യൻ അദ്ദേഹം വരികയാണ്. എന്നിട്ട് ആ 700 ഒട്ടകവും അതിലുള്ള മുഴുവൻ വസ്തുവും ആയിഷാ ബീവിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ദീനിന് വേണ്ടി ഞാൻ നൽകുകയാണ്, അത് ദീനിനെ ഉപകരിക്കുന്ന രൂപത്തിൽ സാധുക്കളായ ആളുകൾക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മഹതിയായ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് മഹാനവറുകൾ വാങ്ങിയത് 40,000 ദീനാർ വിലയുള്ള ഭൂമിയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത്. ഇന്ന് അത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, അന്ന് കൊടുത്തത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ 111 കോടിയും 43,50,000 രൂപ വില വരുന്ന വസ്തുവകകളാണ് മഹാനവറുകൾ നൽകിയത്, ദീനിന് വേണ്ടി നൽകിയത് കണക്ക് നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഓരോ വർഷം ചെല്ലും തോറും മാസം വരുന്ന സമയത്ത് മഹാനവറുകള് ബദരീങ്ങളായ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് 400 ദീനാർ വീതം വെച്ചുകൊണ്ട് അവിടുന്ന് ബദരീങ്ങളായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുമായിരുന്നു. ഇതുപോലെ ദീനിന് വേണ്ടി കൊടുത്ത മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സാമ്പത്തികമായ ആസ്തി കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ആധുനികരായ ആളുകള് കണക്ക് നോക്കിയതനുസരിച്ചുകൊണ്ട് 606 ബില്യൺ ഡോളറായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഏറ്റവും ലോകത്തെ വലിയ പണക്കാരൻ എന്ന് പറയുന്നത് ആരാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹിരാകാശത്തിലേക്ക് പോകുന്ന പ്രത്യേകമായ പേടകങ്ങൾ നിർമ്മിക്കുന്ന സ്പേസ് എക്സ് അതിന്റെ തലവനായ എലോൺ മസ്ക്, അദ്ദേഹത്തിന്റെ ആസ്തി 252.5 കോടിയാണ് പ്രിയപ്പെട്ടവരെ, 5 ബില്യനാണ്. എന്നാൽ അതിനേക്കാളും എത്രയോ ഉണ്ടായിരുന്നു ഇന്ന് കണക്ക് നോക്കുമ്പോൾ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരിയുടേത്. അങ്ങനെയുള്ള സഹാബിയായ ആ മഹാനവറുകൾ ദീനിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തുകൊണ്ട് ഭൂമി എത്രയോ കൊടുത്തു എന്നതിനെ പറ്റിയിട്ട്
സഹാബത്ത് പറയുന്നുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ ബഖിയ അഹദും മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു മഖ്ദറഹു അലൽ വഖഫ് ഇല്ലാ വഖഫ. നബിതങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നതിനെ പറ്റി, വഖഫ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള മഹത്വം പറഞ്ഞ സമയത്ത് മഹാന്മാരായ സഹാബത്ത് അവർക്ക് കഴിയുന്ന രൂപത്തിൽ ദീനിന് വേണ്ടിയിട്ട് അവർ വഖഫ് ചെയ്തു. വഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു ബലഗനി അന്ന അക്സറ മിൻ 80 റജുലൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അൻസ്വാർ തസദ്ദഖൂ ബിസദഖാത്തിൻ മൗഖൂഫാത്തിൻ. സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് 80ഓളം വരുന്ന സഹാബത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുകൾ കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിച്ചിട്ട് വഖഫ് ചെയ്തുകൊണ്ട് ദീനിന് ഉപകരിക്കുന്ന രൂപത്തിൽ, പാവങ്ങളായ ആളുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. മദീനത്തെ റസൂലുള്ളാഹിയും സഹാബത്തും വന്നപ്പോ പട്ടിണിയായിരുന്നു, പ്രയാസമായിരുന്നു, പലർക്കും പനി പിടിച്ചു, ശുദ്ധജലം കിട്ടാത്തത് മൂലം. അങ്ങനെ വിധങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് മദീനത്തില് ബിഅറൂമത്ത് എന്ന് പറയുന്ന ഒരു ശുദ്ധജലത്തിന്റെ കിണറുണ്ടായിരുന്നു. അതൊരു അറാബിയായ ഒരു മുസ്ലിം അല്ലാത്ത ഒരു അമുസ്ലിമായ വ്യക്തിയുടെ സമക്ഷത്തിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഒരു പാത്രം വെള്ളത്തിന് ഒരു മുത്ത് വെച്ചുകൊണ്ട് ധാന്യം പകരമായിട്ട് അദ്ദേഹം വാങ്ങിയായിരുന്നു വെള്ളം കൊടുത്തിരുന്നത്. ഇതറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മയ്യസ്തരിഹാ മിൻ ഖാലിസി മാലിഹി ഫയകൂനു ദൽവഹു ഫീഹാ ഖദുലിൽ മുസ്ലിമീൻ. ഇതാരാണോ വാങ്ങുന്നത്, ദീനിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് വാങ്ങുന്നത് ആരാണോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും ആ വെള്ളം ഉപകരിക്കും, അതുപോലെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉപകരിക്കും. വലഹു ഖൈറും മിൻഹാ ഫിൽ ജന്ന. നബിതങ്ങൾ പറഞ്ഞു, അതിന് പകരമായിട്ട് സ്വർഗ്ഗത്തിൽ ഇതുപോലെയുള്ള കിണർ ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ റിവായത്തിൽ 2 റിവായത്ത് കാണാം. അതിൽ കാണാം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഇതുപോലെയുള്ളത് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 35,000 ദിർഹം നൽകിയിട്ടാണ് അത് വാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, 86,27,500 രൂപ ഇന്നത്തെ വില അനുസരിച്ചുകൊണ്ട്, നമ്മുടെ ഇന്ത്യൻ രൂപ അനുസരിച്ചുകൊണ്ട് അത്രയും വില വരുന്ന, അഥവാ 35,000 ദിർഹം നൽകിയിട്ട് മഹാനവറുകൾ വാങ്ങിയിട്ട് അത് വഖഫ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. വഖഫിന്റെ മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, സഹാബത്തിന്റെ ചരിത്രം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകും. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ അതുപോലെ ചെയ്ത മഹാന്മാരായ സഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ഖൈബറിൽ ഒരു ഭൂമിയുണ്ട് നബിയേ. فأتى النبي صلى الله عليه وسلم فقال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, നബിയേ, എനിക്ക് ഖൈബറിൽ ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി ലം അസ്ബ മാലൻ ഖത്തു അൻഫസ മിൻഹു, അതിനേക്കാൾ പ്രിയപ്പെട്ട മറ്റൊരു ഭൂമി എനിക്കില്ല നബിയേ. നല്ല ആദായം ലഭിക്കുന്ന ഭൂമിയാണ് നബിയേ. ഫകൈഫ തഅമുറുനി ബിഹി, അത് അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ഞാനത് വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞ സമയത്ത് ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ ശിഅത ഹബസ്ത അസ്ലഹാ വതസദ്ദഖത ബിഹാ. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉടമസ്ഥതയിൽ തന്നെ അത് വെച്ചുകൊണ്ട്, നിന്റെ ഉടമസ്ഥതയിൽ തന്നെ അത് വെച്ചുകൊണ്ട് അതിന്റെ ആദായം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. അതിന്റെ വരുമാനം, അതിൽ നിന്നുകൊണ്ട് വിളയുന്ന വിള, അത് നീ മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യുക. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ വതസദ്ദഖത ബിഹാ എന്ന് പറഞ്ഞപ്പോൾ വതസദ്ദഖ ബിഹാ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ അത് കൊടുത്തു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ യുബാഉ അസ്ലുഹാ വലാ യൂഹബു വലാ യൂറസു, അത് നിന്റെ കുടുംബക്കാർക്ക് അനന്തരാവകാശമായി കൊടുക്കാൻ പറ്റില്ല, അതിൽ നിന്നുകൊണ്ട് നിനക്ക് എടുക്കാൻ പറ്റില്ല, അത് സമ്മാനമായിട്ടോ വിൽക്കാനോ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് നൽകാൻ പാടില്ല. വഖഫിന്റെ മുതൽ അത് പള്ളിക്ക് വഖഫ് ചെയ്തതാണെങ്കിലും ദീനിയായ സ്ഥാപനങ്ങൾക്ക് വഖഫ് ചെയ്തതാണെങ്കിലും
അത് പാവപ്പെട്ടവരായ ആളുകൾക്ക് വഖഫ് ചെയ്തതാണെങ്കിലും അത് ചെയ്തവന്റെ കുടുംബത്തിന് ഉപയോഗിക്കാനുള്ളതല്ല, അല്ലെങ്കിലോ കുറച്ച് കഴിഞ്ഞാൽ അത് വിൽക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഫിൽ ഫുഖറായി, പാവപ്പെട്ടവരായ ആളുകൾക്ക് കൊടുക്കുക, അതേപോലെ തന്നെ വൽ ഖുർബ വൽ റിഖാബ് ഫീ സബീലില്ലാഹി വൽ ദഈഫ് വബ്നു സബീൽ, യാത്രക്കാരായ ആളുകൾ, കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പൊരുതുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് നീ അത് വഖഫ് ചെയ്യുക എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നah. സൂറത്തു തൗബയുടെ 113ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നah. തങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും തങ്ങളുടെ സമ്പത്തുകളെയും അല്ലാഹുവിന് പകരമായി കൊടുക്കുന്ന ആളുകള് ബിഅന്ന ലഹുമുൽ ജന്നah, അവർക്ക് പകരം സ്വർഗ്ഗമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്നത്തെ കളക്ഷൻ നമ്മൾ സാധാരണ കളക്ഷനോടൊപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെ ഉത്ബോധിപ്പിക്കുകയും നമ്മുടെ അന്നകാലികൾ വെച്ചുകൊണ്ട് ഞായറാഴ്ച പരിപാടി നടത്തപ്പെടുകയാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു കളക്ഷൻ കൂടിയാണ്. കാര്യമായി തന്നെ എല്ലാവരും സഹകരിക്കുക. കാരണം നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്ന മക്കൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും അവരെ നമ്മുടെ രാജ്യത്തോട് കൂറുള്ളവരായി, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മുടെ നാടുകളിൽ ജീവൻ കൊടുത്ത നമ്മുടെ മുൻഗാമികളായ ആളുകളെ പറ്റി അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാം മേഖലാ കമ്മിറ്റി ദക്ഷിണ കേരളയുടെ ദക്ഷിണ മാന്യവിന്റെ കീഴിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അല്ലാഹു നമ്മുടെ പരിപാടികളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വഖഫ് ചെയ്ത അല്ലാഹു പറയുന്നത് അതിന് പകരം സ്വർഗ്ഗമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭൂമികൾ, അതുപോലെ തന്നെ കെട്ടിടം, മരം, മുസ്ഹഫ്, അതുപോലെ ഗ്രന്ഥങ്ങൾ, വീട്ടുപകരണങ്ങൾ, കാലികൾ, ഇതൊക്കെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനും നമുക്ക് വഖഫായി നൽകാവുന്നതാണ്. വഖഫ് ചെയ്യുമ്പോൾ പ്രത്യേകമായി നിയ്യത്ത് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇന്ന വസ്തുവിനെ വഖഫാക്കി എന്നോ അല്ലെങ്കിൽ ഇന്ന വസ്തുവിനെ മുസവ്വലാക്കി എന്നോ നിയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന വസ്തുവിനെ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് നീക്കിവെക്കുന്നു എന്നിങ്ങനെ കരുതി കഴിഞ്ഞാൽ അത് വഖഫായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വഖഫിന്റെ ഭൂമി, അത് ഭൂമിയാവട്ടെ എന്താവട്ടെ, അത് വിൽക്കാൻ പാടില്ല, മറ്റുള്ള സമ്മാനമായിട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല. മഹാന്മാരായ ഇമാമിങ്ങൾ ഇബ്നു ഹജർ റഹിമഹുള്ളയെ പോലെയുള്ള മഹാത്മാക്കൾ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മസ്ജിദുൽ, പള്ളിയാണെങ്കിൽ ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ പള്ളി നശിച്ചുപോയി, എന്നാൽ കാലപ്പഴക്കം മൂലം ആ പള്ളി നശിച്ചുപോയി അല്ലെങ്കിലോ കേടുവന്നുപോയി, എന്നാൽ പോലും ആ പള്ളിയുടെ സ്ഥലം വിൽക്കാൻ പാടില്ല. അവിടെ വഖഫ് ചെയ്ത സ്ഥലത്ത് വന്നുകൊണ്ട് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാരായ ഇമാമികൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മരം അത് വഖഫ് ചെയ്തു. ആ മരത്തിൽ കായ്ക്കനികൾ ഉണ്ടായിരുന്നു. അത് പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തു. എന്നാൽ അത് ഉണങ്ങിപ്പോയി. എന്നാലോ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഇമാമികൾ പഠിപ്പിക്കുകയാണ്, അത് വിൽക്കാൻ പാടില്ല. ഇനി അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വാതിലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ അതിനൊന്നും പറ്റാത്ത അവസ്ഥ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാം? മഹാന്മാരായ ഇമാമികൾ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, വാതിലായിട്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ മരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ വന്നാൽ അത് വിറ്റ് കഴിഞ്ഞാലും വഖഫ് എന്തിനു വേണ്ടിയാണോ വഖഫ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് തന്നെ അതിന്റെ പണം എടുക്കണമെന്ന് മഹാന്മാരായ ഇമാമികൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 9.4 ലക്ഷം ഏക്കറാണ് വഖഫ് ചെയ്ത ഭൂമിയുള്ളത്. 1.2 ലക്ഷം കോടിയുടെ ആസ്തിയാണുള്ളത്.
ഇന്ത്യൻ റെയിൽവേക്ക് അതേപോലെ തന്നെ സൈന്യത്തിനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് വഖഫിന്റെ മുതലാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പലരും കണ്ണം നട്ടുകൊണ്ടിരിക്കുകയാണ്. 936 ആദ്യമായിട്ട് വഖഫ് നിയമം നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുണ്ടായ നിയമം. പിന്നെ 997 അത് പരിഷ്കരിച്ചു. അത് വഖഫ് ഭൂമികൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭരണഘടനയുടെ 3-ാം ഖണ്ഡികയുടെ 25, 26 വകുപ്പുകളിൽ ഏതൊരു പൗരനും താൻ ഇഷ്ടപ്പെടുന്ന മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഇവിടെ അവകാശം നൽകുന്നുണ്ട്. എന്നാൽ അതിനെതിരായിട്ടാണ് വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുതിയ നിയമം കൊണ്ടുവരുന്നത്. വഖഫിന്റെ നിയമം എന്ന് പറയുന്നത് ഒന്നാമതായി വഖഫ് നാമ എന്നുള്ള നിയമമാണ്, അഥവാ രേഖയുള്ള വഖഫ് ഭൂമികള്, രേഖയുള്ളത്. രണ്ടാമത്തേത് വാക്കാലുള്ള വഖഫ്, അത് വാക്കുകൊണ്ട് പറഞ്ഞത്, അതിന് രേഖ ഉണ്ടാവില്ല. രേഖയുള്ളത് കുറവാണ്, രേഖയില്ലാത്തതാണ് കൂടുതലുള്ളത്. അതേപോലെ തന്നെ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന 3-ാമത്തെ കാറ്റഗറിയിലുള്ളത്, അത് കുറെ കാലം മതകീയമായ രൂപത്തിൽ ഒരു സ്ഥലത്ത് ഇപ്പൊ പള്ളി ഉണ്ടായിരുന്നു, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് അത് കാലക്രമേണ വഖഫായിട്ട് വരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് പോലും ഇല്ല പല ആളുകൾക്ക്. പിന്നെ പള്ളിയുടെ രേഖകൾ ഉണ്ടാവുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്നാൽ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വഖഫ് ഭൂമികളൊക്കെ അതൊക്കെ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പോകുമെന്നത് യാതൊരു സംശയവുമില്ല. കാരണം മഹാരാഷ്ട്രയിലെ വഖഫിന്റെ CEO ആയിരുന്ന വജഹത്ത് മിശ്ര എന്ന് പറയുന്നവർ പറയുന്നത്, മഹാരാഷ്ട്രയിലെ 60% വഖഫ് ഭൂമികളും സർക്കാരും വൻകിട കച്ചവടക്കാരും കയ്യേറിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, പല പള്ളികളും റോഡിന്റെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് പൊളിക്കുകയാണ്. പകല് വന്നുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു പേപ്പർ പോലും കൊടുക്കാതെ നിസ്കരിച്ചുകൊണ്ട്, ളുഹർ നിസ്കരിച്ചുകൊണ്ട് ആളുകൾ പോയി അസറിന് വരുമ്പോൾ പള്ളിയില്ലാത്തൊരവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലോ അമ്പലമുണ്ടെങ്കിലോ ആ പ്രശ്നമില്ല, ചർച്ചുകൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. പള്ളി കാണുമ്പോൾ ഇന്ന് പലർക്കും അലർജിയാണ്. പല കാര്യങ്ങളും തുറന്നു പറയാതിരിക്കാൻ കഴിയുകയില്ല. മുകേഷ് അംബാനി നിർമ്മിച്ച വലിയ ആഡംബര സമുച്ചയം, അതിന്റെ പല ഭാഗങ്ങളും വഖഫ് ഭൂമിയിലാണ് ഇരിക്കുന്നത് എന്ന് വരെ ഇവര് പറയുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ CEO ആയിരുന്ന വജഹത്ത് മിശ്ര എന്ന് പറയുന്നവര്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വഖഫ് ഭൂമികൾ കാരണഹരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടി കുറ്റക്കാരാണ് എന്ന് മറക്കേണ്ടതില്ല. അതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ ഇന്ന് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. നമ്മളൊക്കെ വിജയിപ്പിച്ചു കൊണ്ടുവിട്ട പല പാർട്ടികളിലും പെട്ട ആളുകൾ, പ്രതിപക്ഷം, അവർ ഒറ്റക്കെട്ടായിട്ട് ആ വഖഫ് ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ അതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് അത് വലിയ ഒരു സന്തോഷമാണ്. കാരണം CEO ആയിട്ട് വരേണ്ടത് മുസ്ലിമായ ആളാണെന്നാണ് പഴയ നിയമമുള്ളത്. എന്നാൽ ഇന്ന് അതല്ലാത്ത ആളുകളെ കൂടി അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനം, അതാണ് ഇന്ന് പുതിയ വഖഫ് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ 5 വർഷം മുസ്ലിമാണെന്ന് ഒരാൾ വഖഫ് ഭൂമി നൽകുമ്പോൾ 5 വർഷം മുസ്ലിമായിട്ടാണ് ഞാൻ തുടർച്ചയായി ജീവിച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതുപോലെയുള്ള പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്തിന്റെ 78 വർഷം തികഞ്ഞ സ്വാതന്ത്ര്യം നേടിയിട്ട് 78 വർഷം തികഞ്ഞ ഈ സമയത്ത് വൈദേശികാധിപത്യത്തിന്റെ കഴുകൻ തന്ത്രങ്ങൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ നമ്മുടെ മുൻഗാമികളായ ആളുകളെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം അവര് പോരാടിയതുപോലെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ പോയിട്ട് എല്ലാ വണ്ടിയും തല്ലിപ്പൊടിക്കണമെന്നല്ല, പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്. മറിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് നീതിപരമായ രൂപത്തിൽ പ്രതികരിക്കേണ്ട രൂപത്തിൽ നമ്മൾ പ്രതികരിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തുൽ അൻഫാൽ 8-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. ലാ
തഹൂനുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും വഞ്ചന നിങ്ങൾ കാണിക്കല്ലേ. വതഹൂനു അമാനാതികും, നിങ്ങളുടെ അമാനത്തുകളോട് നിങ്ങൾ വഞ്ചന കാണിക്കല്ലേ. വഖഫ് എന്ന് പറഞ്ഞാൽ അമാനത്താൻ, മുൻഗാമികളായ ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ ഭൂമി, ആ ഭൂമികള് അതവര് വളരെ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമികള്, ആ ഭൂമികളെല്ലാം അല്ലാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി കൊടുത്തത്, അല്ലാഹുവിന്റെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്തത്, അത് അന്യാധീനപ്പെട്ടു പോകുമ്പോൾ, അത് കയ്യേറ്റം ചെയ്യപ്പെടുമ്പോൾ പ്രതികരിക്കേണ്ട രൂപത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ അല്ലാഹു പറയുകയാണ് അത് വഞ്ചനയാണ്. അല്ലാഹുവിന്റെ അമാനത്തുകളോട് വഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ സമാധാനം, അതിനെ പറ്റിയിട്ട് അല്ലാഹുവിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു ഹിബ്ബാനെ പോലെയുള്ള മഹാത്മാക്കൾ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഹബുസുമാനിൻ യുംകിനുൽ ഇൻതിഫാഉ ബിഹി, അതായത് വഖഫിന്റെ ഭൂമി, ആ ഭൂമി ഒരാൾക്കും കൈവശപ്പെടുത്താൻ പാടില്ല, അത് ഒന്നിനു വേണ്ടിയിട്ടും ചെലവഴിക്കാൻ പാടില്ല. വഖഫ് ചെയ്തത് ഏത് സ്ഥാപനത്തിനാണോ, ഏത് പള്ളിക്കാണോ, ഏത് മദ്രസക്കാണോ, അത് ഇപ്പോ എന്റെ വാപ്പ നൽകിയ സമ്പത്ത്, ആ വാപ്പ മരണപ്പെട്ടു പോയി, അതിനുശേഷം എനിക്ക് ഇങ്ങോട്ട് തോന്നാണ് അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുമെന്ന് തോന്നിയിട്ട് വഖഫിന്റെ ഭൂമിയാണെങ്കിൽ അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ഒരുപാട് സംഘടനകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തുകളിലും എല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മളൊക്കെ അതിന്റെ കുറ്റക്കാരാവും എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എവിടെയാണ് നേരുള്ളത്? എവിടെയാണ് നേരുള്ളത്? മുൻഗാമികള് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയെങ്കിൽ നമ്മളിപ്പോ ജുമാ നിസ്കാരം പള്ളിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം വെറുതെ പറയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ഒരു സുഹൃത്ത് കോതമംഗലത്തടുത്തൊരു പള്ളിയിൽ ജുമാക്ക് കൂടി. എന്നിട്ട് അദ്ദേഹം പറയാം 40 മിനിറ്റ് ഇടിയായിരുന്നു പള്ളിയിൽ. 40 മിനിറ്റ് ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് ഇമാമിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ എന്താ സംഭവം ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ചിലപ്പോൾ ആ മഹല്ലുകാരൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പൊ ആരെയും ഇതാക്കി പറയുന്നില്ല, കാരണം നമ്മൾ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ കുറച്ച് അങ്ങ് അപ്പുറത്തേക്ക് കടന്ന് പറയും. അതുകൊണ്ട് ഞാൻ പിന്നെ നാവിനൊന്നും നിയന്ത്രിക്കുകയാണ്, കാരണം പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും, ഇഷ്ടക്കുറവ് വരും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ അദ്ദേഹം പറയാം 3/4 മണിക്കൂർ പൊരിഞ്ഞിടിയായിരുന്നു. വെള്ളിയാഴ്ച ജുമക്ക് വന്ന ആൾക്കാർക്കൊക്കെ ഓരോരുത്തരുടെ മേത്തേക്ക് മറിഞ്ഞു വീണു, പലർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായി. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ സമുദായത്തിന്റെ പള്ളികളും മദ്രസയൊക്കെ മറ്റുള്ളവർ പിടിച്ചെടുക്കൊണ്ട് നമ്മൾ കിടന്ന തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് ഈ സ്വാതന്ത്ര്യ ദിനം കഴിയുന്ന ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരുമയോട് നിന്ന് നമ്മുടെ മുൻഗാമികൾ വാങ്ങിത്തന്ന ആ സ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ പള്ളികളും ദീനീ സ്ഥാപനങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ.